ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം ചെറിയ രീതിയിലൊക്കെ കോമഡി ആയി പോയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും അപ്പാനി ശരത്തിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, എന്നെ ഒന്ന് വിളിക്കൂ ബിഗ് ബോസ്, ഞാനിവിടെ ഓക്കെ അല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അപ്പാനി ശരത്തിന്റെ ഒരു മാനറിസംസ് ഒക്കെ ഭയങ്കര കോമഡി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ കുറച്ചൊക്കെ സീരിയസ് ആണ്. സീരിയസ് ആയിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, അപ്പാനി ശരത്തിന് അപ്പാനി ശരത്തിന്റെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുടുംബം എന്ന് പറയുന്ന ഒരു കാര്യത്തോട് അപ്പാനി ശരത്ത് കാണിക്കുന്ന ഒരു സത്യസന്ധതയും സ്നേഹവും ഒക്കെയാണ് സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ബാക്കിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കും അത് ഫണ്ണായിട്ട് തോന്നും. നിങ്ങളുടെ സ്കൂളിൽ പ്രിൻസിപ്പിള് നിങ്ങളെ വിളിക്കുകയാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ വിളിച്ചിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ സംസാരിക്കുക? സാറേ പ്ലീസ് സാറേ, എനിക്ക് ഒരു ലീവ് തരുമോ സാറേ ഒന്ന് സാറേ നോക്ക് സാറേ, ഞാൻ ഇവിടെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നില്ലേ സാറേ, ഞാൻ ഇവിടെ നല്ലതായിട്ട് എല്ലാം ചെയ്യുന്നില്ലേ സാറേ? ഈ ഒരു രീതിയിലാണ് നമ്മുടെ അപ്പാനി ബിഗ് ബോസിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് കോൺവെർസേഷൻസും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. അതായത് കുറച്ച് ദിവസമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു 2 ദിവസമായിട്ട് അനുമോളിന്റെ വായിന്ന് ബിൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു വാക്ക് കേട്ടതും പിന്നെ ഷാനവാസ് പറഞ്ഞ പല കാര്യങ്ങളും അപ്പാനിയെ ശരിക്കും ഒന്ന് ഭയപ്പെടുത്തി. പുറത്ത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഇടയിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പേടിയാണ് മെയിനായിട്ടും. അല്ലാതെ ബിൻസിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷമമൊന്നും അദ്ദേഹത്തിനില്ല. പകരം തൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടോ എന്നുള്ളതാണ് ആൾക്ക് പ്രശ്നമായത്. അങ്ങനെ ശരത്തിനെ നമ്മുടെ ബിഗ് ബോസ് സംസാരിക്കാനായിട്ട് വിളിക്കുമ്പോൾ ശരത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞാനിവിടെ എല്ലാവരോടും സ്നേഹത്തോടെ ബഹളങ്ങൾ ഉണ്ടാക്കി. ഈ സ്നേഹത്തോടെ ബഹളങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് തന്നെ ആദ്യം തന്നെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പറയുന്നത്, സ്വയം മെന്റലി ടോർച്ചർ ചെയ്യപ്പെടുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, മെന്റലി താൻ ഓക്കെ അല്ല എന്ന് അപ്പാനി പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഇതൊരു മെന്റൽ ഗെയിം കൂടിയല്ലേ? അപ്പോൾ അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, അതെ ഇത് മെന്റൽ ഗെയിം കൂടിയാണ്, പക്ഷേ എവിടെയൊക്കെയോ പോകുന്നു, എവിടെയൊക്കെയോ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥ. അത് ഉറപ്പായിട്ടും അത് പരിഹസിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഇതിനൊക്കെയുള്ളൊരു റൂം എല്ലാവരും ഒന്നിച്ച് ഒരൊറ്റ വീട്ടിൽ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും മാത്രമല്ല പരസ്പരം അറിയാത്തവർ തമ്മിലും കൂടി അവിടെ കൂട്ടുകൂടുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ വരെ നമ്മൾ ഇപ്പോൾ ജിസേലൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയോ കിടന്നതാണ്. ജിസേലിനെ ഒന്നും ആർക്കും അറിയില്ല. റെന ഫാത്തിമയൊക്കെ ഈ ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോഴാണ് പലർക്കും പരസ്പരം അറിയുന്നത്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല കേട്ടോ. അത് തമാശയായിട്ട് നമുക്ക് തോന്നത്തില്ല, മീൻസ് എടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. പിന്നെ ബിഗ് ബോസിലേക്ക് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്, അത് മാത്രം പറയാം. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അനുമോള് പറഞ്ഞ കേസിൽ ഇപ്പം ലാലേട്ടൻ 2 ആഴ്ചയായിട്ട് പറഞ്ഞു ഈ ഒരു ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കണം, ബഹളമൊക്കെ ഒന്ന് കുറയ്ക്കണം. പക്ഷെ ഇന്നലെ അനുമോളിൻ്റെ അടുത്ത് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതിലെനിക്ക് കുറച്ച് കുറ്റബോധമുണ്ട്. അതായത് തനിക്ക് ഒന്ന് സെൽഫായിട്ടൊന്ന് കൺട്രോൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ അനുമോളുടെ അടുത്ത് ദേഷ്യം വന്നു, അങ്ങനെ പറയേണ്ടി വന്നു. പിന്നെ ഈ ഷാനവാസ് പറയുന്ന പല കാര്യങ്ങളിലും തനിക്ക് ക്ലാരിറ്റി ഇല്ല, അതിനകത്തൊക്കെ എന്താ പ്രശ്നം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു രീതിയിൽ ബിഗ് ബോസിനോട് നമ്മുടെ അപ്പാനി പറയുകയാണ്. അപ്പോൾ അത് അപ്പാനി ബിഗ് ബോസിനോട് പറയുമ്പോൾ ബിഗ് ബോസ് നല്ലൊരു പോയിന്റ് പറയുന്നുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് സ്വയം അതൊരു തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, കുറ്റബോധമുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഗെയിം കളിക്കുക, നന്നായിട്ട് മത്സരിച്ച് മുന്നേറുക എന്ന് ബിഗ് ബോസ് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിനോട് നമ്മുടെ അപ്പാനി പറയുന്നത് തൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, ഇങ്ങോട്ട് വരാൻ നേരത്ത് 3 മാസത്തോളം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ, എൻ്റെ ഭാര്യയ്ക്ക് സുഖമാണോ, പ്രശ്നമൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആ ബിൻസിയുടെ കാര്യം അപ്പാനി പറയുന്നത്. അതായത് ബിൻസി ആയിട്ടൊരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട്, ബിൻസിയുടെ പേരൊന്നും പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ചെറിയ സംസാരം അവിടെ ഉണ്ടായത് ബിഗ് ബോസ് അറിഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംസാരിച്ചോ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ, എനിക്കൊന്ന് ശബ്ദമെങ്കിലും ഒന്ന് കേൾപ്പിച്ച് തരുമോ എന്ന് അപ്പാനി ചോദിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാവരുടെ വീട്ടിലേക്കും സ്ഥിരം വിളിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പാസ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ അവരൊക്കെ ഓക്കെ ആണ് എന്ന് എടുത്തെടുത്ത് പറയുകയാണ്. വീണ്ടും ഇതേ ചോദ്യം പല തരത്തിൽ ഇങ്ങനെ അപ്പാനി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, അപ്പാനി ഭാര്യയോടും മക്കളോടും ആ കുടുംബത്തോടും കാണിക്കുന്ന ഒരു സത്യസന്ധതയുണ്ട്. അപ്പോൾ ആവർത്തിച്ച് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്, അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല, സംസാരിക്കുന്നുണ്ട്, എല്ലാവരും ഓക്കെയാണ്, സുഖമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ നമ്മുടെ അപ്പാനി ഇപ്പോൾ വോയിസ് കേൾക്കണം എന്ന് വാശി പറയാണ്. ഒരു ഇത്തിരി ഒന്ന് പ്ലീസ് സർ. ഇതാ ഞാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ചിരി വന്നു. കാരണം വെച്ചാൽ നമ്മളൊക്കെ പ്രിൻസിപ്പളിനോടൊക്കെ ഒരു ലീവ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യത്തില്ലേ, അപ്പം സർ പ്ലീസ് സാർ ഒന്ന് കേൾപ്പിച്ച് തരൂ സർ പ്ലീസ് സർ, ഞാൻ ഇവിടെ നന്നായിട്ട് മത്സരിക്കുന്നില്ലേ സർ, പ്ലീസ് സർ ഒന്ന് കേൾപ്പിച്ച് തരുമോ എന്ന് പറയുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി.
അത് മാത്രമേ എനിക്ക് ഫണ്ണായിട്ട് തോന്നിയുള്ളൂ. ബട്ട് ആ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ ആണ്. അതാ ഞാൻ പറഞ്ഞതൊന്നും ഒന്ന് ഇത്തിരി ഫണ്ണായി പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ബിഗ് ബോസ് ഇന്നലെ പറയുന്നുണ്ട്, ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു റൂളും നിയമവും ഒക്കെ ഉണ്ട്, അതനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കും. മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് എടുത്ത് ചോദിക്കുകയാണ്. അപ്പം ബിഗ് ബോസിനോട് നമ്മുടെ അപ്പാനി ശരത്ത് എടുത്ത് ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ബിഗ് ബോസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമിനകത്ത് അപ്പാനി എങ്ങനെ നിൽക്കണം എന്ന് ബിഗ് ബോസിന് വല്ല സജഷൻസ് ഉണ്ടോ എന്നുകൂടി ഒന്ന് ചോദിക്കുകയാണ്. അപ്പം പിന്നെ പറയുന്നുണ്ട്, അവസാനം പറയുന്നുണ്ട്, ഞാനിപ്പോൾ മെൻ്റലി ഓക്കെ ആയി, പക്ഷെ ഒരു വിഷമം വന്നപ്പോൾ കരഞ്ഞു പോയതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാനൊന്ന് കരഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ ഒരു കാര്യം, അത് അപ്പാനി ശരത്ത് കുറച്ച് ഡീപ്പായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കേട്ട പ്രേക്ഷകർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ബിഗ് ബോസ് പറഞ്ഞ വാക്ക് ഞാനത് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വിഷമം വരുമ്പോൾ കരയണമല്ലോ, കരയുക എന്നുള്ളത് അതല്ലേ മനുഷ്യർ എന്ന് പറയുകയാണ്. കരയുന്നത് കൊണ്ട് കുഴപ്പമില്ല. എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. ഈ കരച്ചിൽ കാർഡ് വേറെ, കരയുന്നത് വേറെ. ഇപ്പോൾ റെന ഫാത്തിമ അനീഷ് വന്ന ആ ഒരു പണിപ്പുര ടാസ്കിൽ വന്നിരുന്നപ്പോഴത്തേക്ക് കാലെടുത്ത് വെച്ചിട്ട് എൻ്റെ കാല് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അതൊരു കാർഡാണ്. പക്ഷേ അനുമോള് കരയുന്നതിനകത്ത് ഇതുവരെ എനിക്കൊരു കാർഡ് കളിച്ചതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അനുമോളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ബിഗ് ബോസിന് വരുന്നതിന് മുന്നേ അനുമോളിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യാം. പിന്നെ രേണു സുധിയൊക്കെ കണ്ടിട്ടില്ലേ, ഒട്ടും കരയില്ല എന്ന് വാശി പിടിച്ച് നിൽക്കാറുണ്ട്. അങ്ങനെ അനാവശ്യമായിട്ട് രേണു സുധി ഒന്നും ബിഗ് ബോസിൽ കരഞ്ഞിട്ടുമില്ല. ഇപ്പോൾ അപ്പാനി കരഞ്ഞു എന്നുള്ളതെന്നല്ല, ഇവിടെ ഈ ഒരു ഇമോഷൻസ് വന്ന് കരയുമ്പോൾ ചിലതൊക്കെ ഉണ്ട്. ചിലർക്ക് ദേഷ്യം വരുമ്പോൾ കരച്ചിൽ വരും, ചിലർക്ക് കരച്ചിൽ വരുന്നത് ഉള്ളിലായിരിക്കും, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. പക്ഷെ കരയാണോ? അല്ല, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇമോഷൻസ് മനുഷ്യർക്കുണ്ട്. അത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തവുമാണ്. അപ്പോൾ ബിഗ് ബോസ് ആ കരച്ചിലിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നു, പോകൂ എന്ന് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ അപ്പാനി ശരത്ത് എന്തായാലും ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അപ്പാനി ശരത്ത് നേരെ വന്ന് ബെഡിലിരിക്കുകയാണ്. അപ്പോൾ അക്ബർ ആ സമയത്ത് കുളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പം അപ്പാനി വന്ന് ആ ബെഡിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. മനസ്സിലുള്ള ഒരു വിഷമം, അതൊക്കെ നോർമലാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ കരച്ചിലൊന്നും ഒരിക്കലും ഫേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ബിന്നിയും അതുപോലെ ജിസേലും ഒക്കെ വന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് നമ്മുടെ അക്ബറും അവിടെ വരുന്നുണ്ട്. അങ്ങനെ അപ്പാനി ശരത്തിന് ബിഗ് ബോസിനോടൊന്ന് കൺഫസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇനി നല്ലൊരു മത്സരം നമുക്ക് അപ്പാനിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പാനിയുടെ ആ ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ തീർന്നതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലൈവ് വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ എത്താം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പോന്നോട്ടെ. ഞാൻ പോയി വരാം. ബൈ.